ഞങ്ങള് ഓണത്തിന് സദ്യ വെക്കണം എന്നൊക്കെ ഭയങ്കര പ്ലാനൊക്കെ ചെയ്തു. അപ്പൊ രാവിലെ നമുക്ക് കട്ട് ചെയ്യണം, ഞാൻ അരിഞ്ഞു തരണം എന്ന് എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുൾ കട്ട് ചെയ്ത് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നു, ഒരുമിച്ച് സദ്യ ഉണ്ടാക്കുന്നു എന്നൊക്കെ. അപ്പൊ ടൊവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാളെ പൊളിക്കുവാണ്, സദ്യയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടൊവി അപ്പൊ രാവിലെ വിളിച്ചു, എന്തായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയണ പോലെ ചെറിയ പ്രശ്നം പറ്റി, ചെറിയതായിട്ടൊന്ന് കൈ മുറിഞ്ഞു. അപ്പോൾ സദ്യയുടെ കാര്യം ടെൻഷനാണ്, അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് പറ്റും? അപ്പോൾ അവൻ വിചാരിച്ചു എന്തോ സദ്യക്ക് മുറിച്ചപ്പോൾ കൈ മുറിഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവന് അയ്യോടാ എന്ത് പറ്റിയതാടാ. അപ്പോഴാണ് അതിൻ്റെ അറിയാം. അതായത് രാത്രി മറ്റേ പിറ്റേ ദിവസം സദ്യക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാത്രി പോയിട്ട് അതിൻ്റെ അകത്ത് കൈട്ടതാ, അപ്പോൾ കൈ മുറിഞ്ഞ്. അത് ടൊവി ഇത് ലൈവിൽ വന്ന് പറഞ്ഞു ഈ കഥ. അപ്പോ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടവരിൽ ഭൂരിഭാഗം രക്തസാക്ഷികളാ. ഇങ്ങനെ അനുഭവമുള്ള ഒരുപാട് പേര് സത്യമായിട്ട് എനിക്കും ആണല്ലേ. അതിന്റെ എഡ്ജ് ഭയങ്കര ഷാർപ്പല്ലേ, അത് തൊട്ടാ മുറിയും. അല്ല, അപ്പൊ ഈ ബർത്ത്ഡേക്ക് സർപ്രൈസ് കേക്കുകൾ മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റുകളില്ലേ? ഗിഫ്റ്റ് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ്? ലാസ്റ്റ് ബർത്ത്ഡേ, ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്ത് വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ അവള് ഗിഫ്റ്റ് തരാതിരുന്നത്? ശരിയാണല്ലോ, ഗിഫ്റ്റ് കിട്ടിയില്ല ആക്ച്വലി. സാധാരണ എന്തെങ്കിലുമൊക്കെ പേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പറയണ പോലെ മറ്റേ എന്താണ് അതിന്റെ പേരെന്ന് എനിക്കറിഞ്ഞൂടെ, ഈ പാക്ക് എല്ലാം കൂടെ നമ്മൾ ചാർജർ അത് ഇതൊക്കെ കൂടെ ഇങ്ങനെ വെക്കുന്ന ചെറിയ ബാഗല്ല, അതാ പറഞ്ഞേ. ബാഗ് എന്നായിരുന്നെങ്കിൽ എനിക്കും അറിയാം, ഇത് ബാഗല്ല വേറെന്തോ, അങ്ങനെ എന്തോ ഒരു അതിന്റെ പേരുണ്ടത്. എലിസബത്തിനൊന്ന് വിളിച്ചു വെച്ചാലോ? വേണമെങ്കിൽ വിളിച്ചു വേണ. ഓക്കെ, അതെ സ്പീക്കർ ഉണ്ടാ. ഓ എന്നെ കൊണ്ട് എലി, ഞാൻ ഇന്റർവ്യൂലാണ്, വേറെ ഒന്നും പറയരുത്. ഹലോ, നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നീ എനിക്ക് എന്തോ സാധനം മേടിച്ചെന്നില്ലായിരുന്നു, അതിന്റെ പേരെന്തായിരുന്നു? സോറി, വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല, മറ്റേ ഈ നമ്മൾ ഈ യാത്ര പോകുമ്പോ ഈ ചാർജറും മറ്റേ പേഴ്സൊക്കെ വെക്കണ ഒരു ട്രാവൽ ഓർഗനൈസർ. അതിന്റെ പേര് കിട്ടിയില്ല, അതാ ചോദിച്ചേ. ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലാന്ന് പറഞ്ഞു, അതെന്തായിരുന്നു? അല്ല, വെഡിങ് ആനിവേഴ്സറിക്ക് എലി അന്നും ബേസിലിന് വാങ്ങിച്ചു കൊടുത്തില്ലാന്ന്. അത് കേക്കല്ലേ, അതിപ്പോ സ്ഥിരമായിരുന്നു, സർപ്രൈസ് ഡെയിലി ആയിരുന്നു. ചോദിച്ചു പറഞ്ഞു. ഇവര് വെഡിങ് ആനിവേഴ്സറിക്ക് പരസ്പരം തേങ്ങ കൊടുത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഗിഫ്റ്റ് ഒന്നും തന്നില്ല, അങ്ങനെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി, സോറി. ഞാൻ വിളിക്കാം. ഭാര്യയെ കുറച്ച് പേടിയുള്ള ഭർത്താവായിരിക്കുന്നത് നല്ലതാ. ശരി എന്നാ, ഓക്കെ ബൈ. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനത് ചെയ്യരുത്, വിളിക്കരുത്. ഞാനും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ശരിയാ.